ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയും നല്ല മഴയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? നമ്മുടെ KCB ബില്ലാണ്. ഞാനിവിടെ കിഴക്കമ്പലത്താണ് താമസിക്കുന്നത്, എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത്. ഇന്നലെ ബില്ല് വന്നതാണ്. അപ്പം എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കണമല്ലോ. ബിൽ തുക എന്ന് പറഞ്ഞത് വന്നേക്കുന്നത് 2401 രൂപ. പിന്നെ ACD 26,226 രൂപ. പിന്നെ അടയ്ക്കേണ്ട ഒരു തുകയുണ്ട്, അത് 28,628 രൂപ. നല്ല അടിപൊളി ബില്ലല്ലേ? പിന്നെ ACD ബില്ല് എന്തോ എനിക്കറിയത്തില്ല. AC പോലും ഇല്ലാത്ത നമ്മൾക്ക് ACD ബില്ല്. നമ്മൾ സാധാരണ എല്ലാവരെ പോലെ തന്നെ നമ്മളൊരു ഫ്രിഡ്ജ്, പിന്നെ ഫ്രിഡ്ജ്, ഫാന്, വല്ലപ്പോഴും മിക്സി, ഇതൊക്കെയുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ACയോ അങ്ങനെ കറണ്ട് എടുക്കുന്ന വലിയ വലിയ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ സാധാരണ സാധനങ്ങളൊക്കെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്. എത്ര കൂടുതലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ആ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട് മുടങ്ങാതെ. പിന്നെ 1-2 ദിവസമൊക്കെ ചില സമയത്ത് നമ്മൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ലേറ്റ് ആവാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ അടയ്ക്കുന്നുണ്ട് ആ ബില്ല്. അല്ലെങ്കിൽ അവർ ഊരിയിടത്തില്ലേ, നല്ല പാർട്ടികൾ നല്ല ഊരിയിടത്തില്ലേ. പിന്നെ ഈ കറണ്ട് ബില്ല് ദയവ് ചെയ്ത് ഒന്ന് KCBക്കാരൊന്ന് പറഞ്ഞു തരണം. ഇതിനെപ്പറ്റി എന്തോ സംഭവം ഞങ്ങൾക്കറിയത്തില്ല. നമ്മൾ ഈ സാധാരണ ആൾക്കാർ ഇത് എങ്ങനെ അടയ്ക്കും? ഒരൈഡിയ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ സാലറി ഉണ്ടായിരിക്കണം. എന്നാൽ പോലും നമ്മൾ ഈ ഉപയോഗിക്കാത്ത കറണ്ട് ബില്ല് നമ്മൾ എന്തിനാ ഈ അടയ്ക്കുന്നത്? ഞാൻ പറയുക, അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഇതങ്ങ് വിഷമമില്ലാതെ അടയ്ക്കാമെന്ന് നിൽക്കാം. ഈ സാധാരണ ആൾക്കാർ എങ്ങനെ ഇത് അടയ്ക്കും ഗേസ്? എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് അറിയാവുന്ന കൂട്ടുകാരൊന്ന് പറഞ്ഞു തരണം, ദയവ് ചെയ്ത്. ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. എന്നാൽ ഓക്കെ, ബൈ, ടാറ്റാ.